പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് എൻട്രി ഫയലിൻ്റെ 40 പ്രിൻസിപ്പിൾസ് ആണ്. എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല അത് ഡീറ്റെയിൽഡായി പഠിപ്പിച്ചോ എന്നുള്ളത്. എനിഹൗ ഞാൻ അതിനെക്കുറിച്ച് ഒരു പോർഷന് ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നോട്ട് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് entry file in the 40 principles of management that we have already discussed. Okay, no problem, we can just go through this slide. ഇതിൽ നമ്മൾ 14 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് പരീക്ഷയ്ക്ക് ഇതാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വൃത്തിയിൽ എഴുതണം. ഇത് നോക്ക്: ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, subordination of individual interest to general interest, remuneration of personnel, centralization, scalar chain, order, equity, stability of tenure, initiative, esprit de corps. ഇത് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചതാണ്. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾ കൊണ്ട് ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തെല്ലാമാണ്, ഒരു ഓർഗനൈസേഷൻ എന്തെല്ലാം നേട്ടമാണ് ഈ പ്രിൻസിപ്പിൾസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്, അതാണ് പറയുന്നത്. ഇത് എന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു സ്ലൈഡ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കുക, അതിൽ ആദ്യം പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്കാണ്. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ ഡിവിഷൻ ഓഫ് വർക്ക് നോക്കുക. അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ്: സ്പെഷ്യലൈസേഷൻ ഇൻക്രീസ് ഔട്ട്പുട്ട് ബൈ മേക്കിംഗ് എംപ്ലോയീസ് മോർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ചില ടോട്ടൽ വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആളുകൾക്കും അവരുടെ ക്വാളിഫിക്കേഷനും ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അവർക്ക് അതിൽ സ്പെഷ്യലൈസേഷന് സഹായകമാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയും വർദ്ധിക്കുന്നതാണ്. ഇനി പറയുന്നത് അതോറിറ്റിയാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റി ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് മൂവ് ചെയ്യാൻ പറ്റില്ല, അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും. അപ്പോൾ ഓർഡർ കൊടുക്കാനും ഓർഡർ പാലിക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ആളുടെ കഴിവിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. നോക്കുക, മാനേജേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഗീവ് ഓർഡർ, അതോറിറ്റി ഗീവ്സ് ദം ദിസ് റൈറ്റ്. അപ്പോൾ ഒരു ഓർഡർ കൊടുക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരാളുടെ പവറാണ് അതോറിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പറയുന്നത് ഡിസിപ്ലിനാണ്. നോക്കുക, എംപ്ലോയീസ് മസ്റ്റ് ഒബേ ആൻഡ് റെസ്പെക്ട് ദ റൂൾസ് ദാറ്റ് ഗവേൺ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടുത്തെ എംപ്ലോയീസ് ശരിക്കും പാലിക്കണം, എന്നാൽ മാത്രമേ സ്ഥാപനത്തിൽ ഡിസിപ്ലിന് ഉണ്ടാവുകയുള്ളൂ. അടുത്തത് യൂണിറ്റ് ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. നമ്മൾക്ക് ആദ്യമേ മനസ്സിലുണ്ടാകുന്ന ഒരു കൺഫ്യൂസ്ഡ് ആണ് ഇത് തമ്മിൽ ഒരു ഡിഫറൻസ്. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സബോർഡിനേറ്റ് ഒരു സീനിയറിൽ നിന്ന് മാത്രമേ ഓർഡർ സ്വീകരിക്കാൻ പാടുള്ളൂ. കൂടുതൽ ആളുകളിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ജസ്റ്റ് കൺഫ്യൂസ്ഡ്. അടുത്തത് പറയുന്നത് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ആണ്. അതായത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് ഒരു സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ കണ്ടില്ലേ, സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മൂവ്മെൻറ്റ് അത് റോങ് ആയിപ്പോൾ. ബിക്കോസ് ഇഫ് യു ഹാവ്, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്കൊരു 5-6 ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 5-ൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ്സ് നേടാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അപ്പോൾ ഫേമിന് ഒരു സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ മാത്രമേ ഉണ്ടാവാനേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റേ ഉണ്ടാകാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ ലക്ഷ്യം നേടാൻ പറ്റൂ. ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ അത് മുന്നോട്ട് പോകില്ല. പിന്നെ രണ്ടാമത് പറയുന്നത് വ്യത്യസ്തമായ ഇൻട്രസ്റ്റുകളെ സബോർഡിനേറ്റ് ചെയ്തിട്ട് ഒന്നാക്കിയിട്ട് മുന്നോട്ട് പോകണം. പിന്നെ പറയുന്നത് റെമ്യൂണറേഷൻ ആണ്. നമ്മൾക്കറിയാം റെമ്യൂണറേഷൻ എന്താണ് അർത്ഥമാക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ലഭിക്കുന്ന, എംപ്ലോയീസ് ചെയ്യുന്ന ജോലിക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് അല്ലേ. ആ റിട്ടേൺ എന്തായിരിക്കണം, ഭയങ്കര നല്ല രീതിയിലുള്ള അതായിരിക്കണം, ഫെയർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആയിരിക്കണം. അവിടെ ഫെയർഫുൾ ആയിട്ടുള്ള, അവർക്ക് അതുകൊണ്ട് ജീവിക്കാനും സമൂഹത്തിൽ നല്ലൊരു മാന്യമായ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമ്യൂണറേഷൻ ആയിരിക്കണം. ഓക്കെ, അടുത്തത് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഡിസിഷൻ മേക്കിംഗ് പവർ എപ്പോഴും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുക.
പിന്നെ സ്കലാർ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കുള്ള മൂവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഇത് ഒരു സിങ്സാങ് റോഡ് പോലെ ആകാൻ പാടില്ല. ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കുള്ള ഫ്ലോ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ. നോക്കുക, ദ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ടു ലോവസ്റ്റ് റാങ്ക്, അങ്ങനെ ആയിരിക്കണം ആ ഫ്ലോ ഉണ്ടാവേണ്ടത്. അടുത്തത് ഓർഡറാണ്. അതായത് ഓരോ കാര്യങ്ങൾ എപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതിന് കൃത്യമായിട്ടുള്ള ഓർഡർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇക്വിറ്റി, മാനേജർ ഷുഡ് ബി കൈൻഡ് ആൻഡ് ഫെയർ ടു ദിയർ സബോർഡിനേറ്റ്. അവരുടെ സബോർഡിനേറ്റിനേറ്റ് വളരെ ഫെയർഫുൾ ആയിട്ട് ആയിരിക്കണം സംസാരിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നല്ല രീതിയോടെ, ഇത് ഒരു പ്രിൻസിപ്പിൾ ആണെങ്കിൽ എത്രത്തോളം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് വളരെ കുറവായിരിക്കും. കാരണം അങ്ങനെ കുറച്ച് ലൂസായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും എംപ്ലോയീസിനോട് നല്ല രീതിയിലായിരിക്കണം മാനേജേഴ്സിൻ്റെ സമീപനം. ദ അപ്രോച്ച് ഓഫ് മാനേജേഴ്സ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ് ടു ദെയർ സബോർഡിനേറ്റ്. അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് ദ പേഴ്സണൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു തൊഴിലാളി ആ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് മാനേജേഴ്സിനെ കൊണ്ട് കഴിയണം. അതായത് അവർക്ക് ഭൗതികവും ഫിസിക്കലും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പരമായിട്ടും വളരെ കംഫർട്ടബിൾ ആയി തോന്നിയിട്ട് അയാളുടെ എബിലിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് സ്ഥാപനത്തിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇനീഷ്യേറ്റീവ്. നല്ല ഏത് കാര്യങ്ങൾ അത് ഈവൻ എംപ്ലോയീസ് ആണ് പറയുന്നതാണെങ്കിൽ പോലും അതിനെ പരിഗണിക്കണം എന്നാണ് ഇനീഷ്യേറ്റീവ് പറയുന്നത്. നോക്കുക, എംപ്ലോയീസ് ഹു ആർ അലൗഡ് ടു ഒറിജിനേറ്റ് ആൻഡ് ക്യാരി ഔട്ട് ദ പ്ലാൻസ് വിൽ എക്സേർട്ട് ദ ഹൈ ലെവൽസ് ഓഫ് എഫോർട്ട്. ഇത്രേ പറയുന്നുള്ളൂ. ഈവൻ ലോ ലെവലിലുള്ള എംപ്ലോയി ആണ് പറയുന്നതെങ്കിലും അയാൾ നല്ല കാര്യമാണ് പറയുന്നത്, അതിനെ എക്സേർട്ട് ചെയ്യാൻ കഴിയണം, അതിനെ റിസീവ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന അത് പരിഗണിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന്. അതായത് നമ്മൾ യൂണിറ്റി ഈസ് എ സ്ട്രെങ്ത് എന്ന് പറയും. അതായത് ഐക്യമാണ് ബലം. എംപ്ലോയീസും മാനേജേഴ്സ് എല്ലാവരും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണെന്നുള്ള രീതിയാകണം. അല്ലാതെ ആ നെറ്റ്വർക്കിലെ ചെയിൻ കണ്ണികൾ പൊട്ടാതിരിക്കണം. അതൊരു മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾസ് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇത് മേ ബി എക്സാമിനേഷൻ ചോദിക്കാം. കാരണം ഈ പ്രാവശ്യമൊക്കെ എക്സാം കുറച്ചിട്ട് ലിബറൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പറയുന്നത്, അതും നന്നായിട്ട് നോക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു തിയറിയാണ്. ഈ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സ് വെബേഴ്സിൻ്റെ ബ്യൂറോക്രാറ്റിക് തിയറി. നമ്മുടെ ബുക്കിൽ ഏതെങ്കിലും മാക്സ് വെബർ ഇല്ല, നമ്മൾ ആ പിക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് മാക്സ് വെബറെ. നോക്കുക, ആരാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. മാക്സ് വെബർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ബ്യൂറോക്രാറ്റിക്? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ബ്യൂറോക്രാറ്റ്. എന്നാൽ ഉദ്യോഗസ്ഥ ലെവലിനെയാണ് ബ്യൂറോക്രാറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് ആണ്, പക്ഷെ നമ്മുടെ രാജ്യത്ത് വലിയൊരു ബ്യൂറോക്രാറ്റിക് ഉണ്ട്. ആരാണ് ഈ ബ്യൂറോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അങ്ങ് പ്രധാനമന്ത്രിൻ്റെ പേഴ്സണൽ സെക്രട്ടറി മുതൽ അല്ലെങ്കിൽ നമ്മൾ IAS ഓഫീസർ മുതൽ ഇങ്ങ് വില്ലേജ് ഓഫീസിലുള്ള ക്ലർക്ക് വരെയുള്ള നെറ്റ്വർക്കിനെ നമ്മൾ ബ്യൂറോക്രാറ്റിക് എന്ന് പറയുന്നത്. പല രാജ്യങ്ങളൊക്കെ സൈനിക അട്ടിമറി, അവിടുത്തെ പ്രധാനമന്ത്രിനെയൊക്കെ അട്ടിമറിച്ച് അല്ലെങ്കിൽ അവിടെ ജനാധിപത്യത്തെയൊക്കെ അട്ടിമറിച്ച് സൈനികർ ഏറ്റെടുക്കൂലേ. അപ്പോൾ ആ രാജ്യം പ്യുവർലി ഡെമോക്രാറ്റിക്കിൽ നിന്ന് മാറിയിട്ട് അത് ബ്യൂറോക്രാറ്റിക്കിലേക്ക് മാറും. ഓക്കെ, ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും എല്ലാം ചെയ്യും. നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ റെപ്രസെൻറ്റേറ്റീവ് പറയുന്ന, അവരെടുക്കുന്ന നയരൂപീകരണം നടപ്പിലാക്കുന്നവരാണ് ആര്? നമ്മളെ ബ്യൂറോക്രാറ്റിക്. ക്ലിയർ? അപ്പോൾ എന്താണ് ഒരു കമ്പനി എങ്ങനെ ബ്യൂറോക്രാറ്റിക് ആകണമെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്ന അവിടെ ഇമോഷന് വലിയൊരു പ്രാധാന്യം ഉണ്ടാവില്ല. ഒരു എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവനെ ഇപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കും. ഓക്കെ, അവിടെ ഒരു സിമ്പതിക്കോ ഒന്നും സാധ്യത. വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ. ബ്യൂറോക്രാറ്റിക് തിയറി വാസ് ഡെവലപ്ഡ് ബൈ എ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിക്സ്റ്റ് മാക്സ് വെബർ. 1864-1920 വരെയാണ് അദ്ദേഹം. അദ്ദേഹം കാലഘട്ടം അതാണ്. അക്കോർഡിംഗ് ടു ഹിം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്ന പോയിന്റ് നോക്കുക. ബ്യൂറോക്രാസി ഇസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏത്? ബ്യൂറോക്രാറ്റിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഹാസ് വെൽ ഡിഫൈൻഡ് എ ലൈൻ ഓഫ് അതോറിറ്റി. ഇറ്റ് ഹാസ് എ ക്ലിയർ റൂൾസ് ആൻഡ് റെഗുലേഷൻ വിച്ച് ആർ സ്ട്രിക്റ്റ്ലി ഫോളോഡ്. കണ്ട ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ട്രിക്റ്റ്ലി ഫോളോഡ്. ഒരു സ്ട്രിക്ട്നെസ്, എംപ്ലോയീസ് വളരെ സ്ട്രിക്ട്നെസ് ആയിട്ടാണ്. ഒരു തരത്തിൽ ലൂസ് പോയിന്റ് അവിടെ ഉണ്ടാകില്ല. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം മാക്സ് വെബർ പറയുന്ന കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തിയറിയിലൊക്കെ നമ്മൾ പോവുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ സമ്മപ്പ് ഓഫ് this theory. Okay, നോക്കുക, മാക്സ് വെബർ was a German psychologist who argued that ഇനി നോക്കുക പോയിന്റ്, bureaucracy was the most efficient and a rational model for the private business and the public offices could operate in. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നല്ല രീതിയിൽ ഒരു കമ്പനി പെർഫോം ചെയ്യണമെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിക് ക്യാരക്ടർ, അതായത് സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം. ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലില്ല. ആ റൂളിൽ എന്താ പറഞ്ഞത് അത് മാത്രം ഫോളോ ചെയ്യും. ഉദാഹരണത്തിന് എനിക്ക് സിമ്പിളായിട്ട് ഇത് പറയുകയാണെങ്കിൽ, ഒരു എക്സാം പാസ്സാകാൻ 30 മാർക്ക് വേണം, നമുക്ക് 29 കിട്ടുകയാണെങ്കിൽ 1 മാർക്ക് എന്ന് പറയുന്ന മോഡറേഷൻ കിട്ടില്ല, യു ആർ ഫെയിൽഡ്. അതുതന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഹിസ് ബ്യൂറോക്രാറ്റിക് തിയറീസ് ഇൻഫ്ലുവൻസ് ദ ജനറേഷൻ ഓഫ് ബിസിനസ് ലീഡേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ആസ് വെൽ ഇൻ ടു 20th century. നമ്മൾക്കറിയാം, ഹിറ്റ്ലറൊക്കെ ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. പറയാൻ കാരണം അദ്ദേഹം അതിൽ വളരെയധികം വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഇത്തരത്തിന് ഒരു ഫ്ലെക്സിബിലിറ്റി ആയിരിക്കില്ല, സിറ്റുവേഷൻ അനുസരിച്ച് അവർ മാറില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ബ്യൂറോക്രാറ്റിക് തിയറി. ഇനി ഇതിൻ്റെ കുറച്ച് പാർട്ടുകൾ നിങ്ങൾക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ബെനിഫിറ്റ്സുകളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ബ്യൂറോക്രാറ്റിക് തിയറിയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടുള്ളത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ഹയറാർക്കി ഓഫ് അതോറിറ്റിയാണ്. ഹയറാർക്കി ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രം ടോപ്പ് ടു ബോട്ടം, അതായത് ടോപ്പ് ലെവൽ ആളുകൾ എടുക്കും, അത് എക്സിക്യൂട്ട് ചെയ്യുക, അതിൻ്റെ തട്ട് താഴെയുള്ള ആളുകളാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് ഡിവിഷൻ ഓഫ് ലേബർ ആണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് സിസ്റ്റം ഓഫ് റൂൾസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയാണ്. സിസ്റ്റം ഓഫ് റൂൾസ് ഉണ്ടായിരിക്കും, അവരെന്താണ് പറയുന്നത് അത് എന്ത് ചെയ്യേണ്ടി വരും, ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പറയുന്നത് ഇംപേഴ്സണാലിറ്റി ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണമെന്ന്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പും എന്താണ് ഞാൻ പറഞ്ഞു തരാം. ഇൻട്രയും ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BBA ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ BCA ഡിപ്പാർട്ട്മെൻറ്റിനേറ്റും എല്ലാവരേറ്റും ഒരു റിലേഷൻ ഉണ്ടാക്കുകയാണ് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ നമ്മളേറ്റ് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരായിട്ട് മാത്രം നമ്മൾ റിലേഷൻഷിപ്പ് വേണമെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെയാണ്. അടുത്ത സിസ്റ്റം ഓഫ് വർക്ക് പ്രൊസീജിയറാണ്. സിസ്റ്റം വർക്ക് പ്രൊസീജിയർ എങ്ങനെയാണ്, ഒരു ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ക്ലോസ് ചെയ്യാൻ അവരൊരു പ്രൊസീജിയർ വെച്ചിട്ടുണ്ട്. ആ രീതിയിലൂടെ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അടുത്തത് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ബേസ്ഡ് അപ്പോൺ ദ ടെക്നിക്കൽ കോമ്പറ്റൻസി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതായത് ഇവരുടെ ഒരു ടെക്നിക്കൽ കോമ്പറ്റൻസിനനുസരിച്ചിട്ടാണ് ഒരു എംപ്ലോയീസിനെ എടുക്കുന്നത്. നിങ്ങൾക്ക് ചില എംപ്ലോയികളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവരുടെ ഈ ഒരു സിസ്റ്റത്തിൽ ടെക്നിക്കൽ കോമ്പറ്റൻസി ഉണ്ടോ അയാൾക്ക്, ഇന്നലെ മാത്രമേ അയാളെ അപ്പോയിൻറ്റ് ചെയ്യുകയുള്ളൂ. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള റെക്കമെൻഡേഷനോ സിമ്പതിയോ ഇതൊന്നും പരിഗണിക്കില്ല. ലീഗൽ അതോറിറ്റി ആൻഡ് പവർ, അവർക്ക് ലീഗൽ പറയാൻ ഇത് ഗവൺമെൻറ് സിസ്റ്റം. നമ്മൾ ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ രാജ്യത്ത് ഭരിച്ചില്ലായിരുന്നു, അതൊക്കെ പക്കാ ബ്യൂറോക്രാറ്റിക് ആയിരുന്നു. ഓക്കെ, അതാണ് ലീഗൽ അതോറിറ്റി ആൻഡ് പവർ. അവിടുത്തെ നമ്മുടെ വൈസ്രോയി ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു, അല്ലെ, ഒരു വലിയൊരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. അയാളെ കീഴിൽ ഒരുപാട് ബ്യൂറോക്രാറ്റുകൾ അവിടുന്ന് രാജകുമാരി ബ്രിട്ടീഷിൽ നിന്ന് എന്താണോ പറയുന്നത് അത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് വേറെ തരത്തിലുള്ള ഒരു ജനപ്രതിനിധി ഇൻ ബിറ്റ്വീൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ബ്യൂറോക്രാറ്റിക്. ആ ഒരു സിസ്റ്റം ഡയറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുകയാണ്, അഡോപ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഒരു ബ്യൂറോക്രാറ്റിക് തിയറിയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും, പക്ഷെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. റിജിഡിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ല, ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്താണ്, റിജിഡിറ്റിയാണ്. അതുപോലെ തന്നെ ഇംപേഴ്സണാലിറ്റി ആൻഡ് ഹയർ കോസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യാൻ വളരെ കോസ്റ്റ് കൂടുതലാണ്. അതായത് ആൻഷൈറ്റി ഡ്യൂ ടു ദ പ്രഷർ ഓഫ് ദ കൺഫോമിറ്റി ടു ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരിക്കും, അതായത് ആൻഷൈറ്റി ഉണ്ടാവും. ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫിനിഷ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള അവർക്ക് ആൻഷൈറ്റി, അതുപോലെ തന്നെ പ്രഷർ. അപ്പോൾ അത് അവരെ പെർഫോമൻസിന് തന്നെ എന്ത് ചെയ്യും, അത് ബാധിക്കും. പിന്നെ ഡിപ്പെൻഡൻസി ഓൺ ദ സുപ്പീരിയർ. എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരു റാഷണൽ ഡിസിഷൻ എടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ. അപ്പോൾ അതുപോലും അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേറ്റീവ് ഡിസിഷൻ എടുക്കേണ്ടി വരും ചില സിറ്റുവേഷൻ, ചില എംപ്ലോയീസിന്. അതുപോലും സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല, അത് ആരോട് ചോദിക്കേണ്ടി വരും, അയാളെ സുപ്പീരിയറോട് ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിൽ ഡിപ്പെൻഡൻസി ഓൺ സുപ്പീരിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടെൻഡൻസി ടു ഫോർഗെറ്റ് അൾട്ടിമേറ്റ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം.
അതായത് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റിലും ലക്ഷ്യങ്ങളൊക്കെ നേടുമ്പോൾ സ്ഥാപനത്തിൽ ഒരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, മറക്കാൻ വരെയുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മാക്സ് വെബറുടെ തിയറിയിൽ വിശദീകരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് നിയോ ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി നമ്മൾ നിയോ ക്ലാസിക്കൽ തിയറീസിലേക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിയോ ക്ലാസിക്കൽ തിയറി. നോക്കുക, നിയോ ക്ലാസിക്കൽ തിയറി ഈസ് ബിൽറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോർമാറ്റ് ആണ് എന്ത് നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. അതായത് ക്ലാസിക്കൽ തിയറി എന്താണോ അതിൻ്റെ ഒരു പുതിയ വേർഷൻ ആണെന്ന് പറയാം. അത് മോഡിഫൈ ചെയ്തതാണ്, ഇംപ്രൂവ് ചെയ്തതാണ് ആൻഡ് എക്സ്റ്റെൻഡഡ് the classical theory. And classical theory concentrated on the job content and a management of physical resources. അപ്പോൾ ഒരു ജസ്റ്റ് ക്ലാസിക്കൽ തിയറി ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്, ഒരു ജോബ് കണ്ടന്റിലും അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ റിസോഴ്സിലാണ് സ്ഥാപിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ നിയോ ക്ലാസിക്കൽ തിയറീസ് വരുന്നത്. നോക്കുക, ഇവിടെ ഞാൻ ഈ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് നോക്കുക. നിയോ ക്ലാസിക്കൽ തിയറി പോയിന്റഡ് ഔട്ട് ദ റോൾ ഓഫ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് വർക്ക് ഗ്രൂപ്പ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു എംപ്ലോയി നമ്മളെ സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് പെർഫോമൻസ് മൂന്നാല് ഫാക്ടർ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒന്ന്, അയാൾക്ക് അയാളുടെ സുപ്പീരിയറെ പേടി. രണ്ടാമത്, അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ. അദ്ദേഹത്തിന് ചിലപ്പം ഫാമിലി അഫെയർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ അയാൾ ജോലി ചെയ്യുമ്പോൾ അയാളെ ഹോണ്ട് ചെയ്യും. അപ്പോൾ അത് അയാളുടെ പെർഫോമൻസിനെ അൾട്ടിമേറ്റ് ആയിട്ട് ബാധിക്കും. അപ്പോൾ ഒരു എംപ്ലോയീസിൻ്റെ സൈക്കോളജിയും സോഷ്യോളജി ഫാക്ടർ കൂടിയും പരിഗണിക്കണമെന്നാണ്. അദ്ദേഹത്തിന് മനുഷ്യനായി കാണണം, ഒരു മിഷനറി ആയി കാണരുത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ തിയറി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളെ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നൊരു ടേമാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ. ഈ ലേബറിന് ഒരിക്കലും ഈ ലേബർ ക്യാപിറ്റലും ലാൻഡും ജീവനില്ലാത്ത സാധനമാണ്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ആരെ കൊണ്ടുപോയിട്ടുള്ളത്, ലേബറെ കൊണ്ടുപോയിട്ടുള്ളത്. ഇവന് ചിന്തിക്കാനും അതുപോലെ തന്നെ ഒരു മനുഷ്യനാണ് അല്ലേ, മനുഷ്യത്വപരമായ കുറേ കാര്യങ്ങളുള്ള ആ മനുഷ്യനാണ്, ഒരു സംഹിതയാണത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ പറയുന്ന നിയോ ക്ലാസിക്കൽ പറയുന്നത് ഒരു മനുഷ്യനെ ഒരു എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവനൊരു സാമൂഹ്യ ജീവിയാണ്, ഈസ് എ സോഷ്യൽ അനിമൽ. അദ്ദേഹത്തിന് കുറേ വിചാരങ്ങളും അതുപോലെ തന്നെ കുറേ താല്പര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ അവൻ വെടിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവർ പ്രഷർ ചെയ്യുമ്പോൾ, വർക്ക് പ്രഷറും ഫാമിലി പ്രഷറും ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റില്ല. ചില വിദ്യാർത്ഥികൾ ചിലപ്പം ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, അത് നമ്മൾ ചിലപ്പോൾ അത് രണ്ടർത്ഥമുണ്ട് ഇതിന്. ഒരു പക്ഷേ അവന് വീട്ടു ജോലി അല്ലെങ്കിൽ രാത്രി വർക്കിന് പോയിട്ട് ഒക്കെ അവൻ ക്ലാസ്സിൽ വരുന്നുണ്ടാകും. ഇപ്പോൾ ചില അധ്യാപകന്മാർ അവരോട് ഷൗട്ട് ചെയ്യും, നീ എന്താ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തെന്ന് പറഞ്ഞു. ചില ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. എനിവേ, ഈ തിയറി പറയുന്നത് ഒരു പെർഫോമൻസ് മാത്രം നോക്കിയാൽ പോരാ, ആ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സൈക്കോ ആൻഡ് സോഷ്യോ ഫാക്ടേഴ്സ് കൂടി പരിഗണിക്കണം. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശരിക്കും ഇത് നോട്ട് ചെയ്തിരിക്കുക. അണ്ടർലൈൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യോ ഫാക്ടേഴ്സിനാണ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു തിയറിയാണ്. ഇത് നിയോ ക്ലാസിക്കൽ തിയറിയിലെ ഫസ്റ്റ് തിയറി. നിയോ ക്ലാസിക്കൽ തിയറി എന്താണെന്ന് നമ്മൾക്ക് ആദ്യം മനസ്സിൽ വരുത്തുക. എന്നാൽ മാത്രമേ ഈ തിയറി പഠിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറേ തിയറികൾ പഠിപ്പിച്ച് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ തിയറി കൂടി എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആകും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു തിയറി. ഇന്ന് നിയോ ക്ലാസിക്കൽ ഒരു തിയറി എന്ന് പറയുന്നുള്ളൂ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുക, ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ഫിലോസഫിയൊക്കെ പഠിച്ച ഒരാൾ, ഒരു എംപ്ലോയീസ് നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് പെർഫോമൻസ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ഒരു മനുഷ്യനാണ് അദ്ദേഹം അല്ലേ. ഒരു ലേബർ എന്ന് പറയുന്നൊരു മാനാണ്. അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ വീട്ടിലെ പ്രശ്നം ഉണ്ടായിരിക്കാം, അയാളെ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് ശരിക്കും ജീവിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എന്നാൽ ഈ ജോലി വിട്ടുപോയാലേ വേറെ ജോലി കിട്ടുമോ എന്നീ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ
ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ നമ്മൾ പറയുന്ന ഈ ജോർജ് എൽട്ടൺ മായോ എന്ന് പറയുന്ന ആളുടെ വീക്ഷണമാണ് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയൊരു തിയറിയാണ്, ഒരുപാട് വർഷം നീണ്ട് എടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മനുഷ്യനെ കുറിച്ചിട്ട് ഉള്ള ഒരു വലിയൊരു സംഹിതയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ആദ്യം നമ്മൾ ഈ തിയറിയുടെ ഫാദറായിട്ടുള്ള എൽട്ടൺ മായോയെ കുറിച്ചാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. എൽട്ടൺ മായോ was born in Australia. ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം ജനിച്ചത്. He was educated in logic and philosophy. അയാളെ ലോജിക്കിലും ഫിലോസഫിയിലുമാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത് അറ്റ് സെൻറ്റ് പീറ്റേഴ്സ് കോളേജ്. സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലാണ്. പിന്നീട് പറയാൻ പോകുന്നത് ഹി ലെഡ് എ ടീം ഓഫ് റിസർച്ചേഴ്സ് ഫ്രം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ടീമിനെ സെറ്റാക്കിയിട്ട്, ഒരു റിസർച്ചേഴ്സിൻ്റെ ടീമിനെ സെറ്റാക്കിയിട്ട് റിസർച്ച് നടത്തുന്നുണ്ട്. വിച്ച് ക്യാരിഡ് ഔട്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ഹ്യൂമൻ പ്രോബ്ലംസ് വാസ് അറ്റ് Hawthorne plant of Western Electrical Company at Chicago. അതായത് ചിക്കാഗോയിലുള്ള ഹൗത്തേൺ പ്ലാന്റ്, പിന്നെ ഇതിന് ഹൗത്തേൺ ഇഫക്റ്റ്, ഹൗത്തേൺ തിയറി ഒക്കെ ആയിട്ട് വരുന്നത്. നമുക്ക് ആ തിയറിയാണ് പഠിക്കാനുള്ളത്. നോക്കുക, അദ്ദേഹം ഒരു റിസർച്ച് നടത്തി ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ കുറേ ആളുകളെ കൂട്ടിയിട്ട് ആ ഒരു റിസർച്ച് നടക്കുന്ന അവിടെയാണ് ഹാത്വാൻ പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി ആയിട്ട് ചിക്കാഗോയിലുള്ള ഒരു കമ്പനിയിലാണ് അദ്ദേഹം, ഒരു ഇലക്ട്രിക് കമ്പനിയിലാണ് മനുഷ്യനെ കുറിച്ചിട്ടുള്ള, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള, ഈ എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു തിയറി പഠിച്ചത്. നോക്കാം, ദേ കണ്ടക്റ്റഡ് സം എക്സ്പെരിമെൻറ്റ്. അവർ ഈ ഒരു പ്ലാന്റിൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി, ഒരു പരീക്ഷണം നടത്തി. ഈസ് നോൺ ആസ് ഹാത്വോൺ എക്സ്പെരിമെൻറ്റ്. ആ തിയറി, ആ എക്സ്പെരിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഹാത്വോൺ എക്സ്പെരിമെൻറ്റ്. നിങ്ങളുടെ എക്സാം ചിലപ്പോൾ ചോദിക്കാം എന്താണ് ഹാത്വോൺ എക്സ്പെരിമെൻറ്റ് നോക്കാം, ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻഫോർമൽ ഗ്രൂപ്പിംഗ്സ് ആൻഡ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്, പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പാറ്റേൺ ഓഫ് ഇൻഫോർമൽ ലീഡർഷിപ്പ് എക്സെട്ര. ഇവിടെ നോക്കാം, ഈ വലിയ ഫാക്ടറിയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾക്കറിയാം അല്ലേ. ഇവിടെ ഒരു റിസർച്ചാണ് ഇവർ നടത്തിയത്. ആരെ? നമ്മുടെ മായോ. അവർ ഏതൊക്കെ ഏരിയയിലാണ് റിസർച്ച് നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരേ താല്പര്യമുള്ള 10-20 എംപ്ലോയീസ് ഒരു ഗ്രൂപ്പായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അവരിൽ തന്നെ ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പും ഉണ്ടാവും. പിന്നെ അവർക്കിടയിൽ തന്നെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവരുടെ ഇടയിൽ തന്നെ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. ഒരു 10 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 6-7 എംപ്ലോയീസ് ഒരു നോർമൽ എംപ്ലോയീസ് ആയിരിക്കും. പക്ഷേ 1-2 എംപ്ലോയീസ് അല്ല കഴിവുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അവരെ വരെ രക്ഷിക്കുക. ഈ 10 ആളുകൾ അടങ്ങിയ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഈ 1-2 ആളുകളായിരിക്കും രക്ഷിക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഞാനൊരു ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കീഴിൽ പോയി. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കീഴിൽ ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനിരുന്ന സെക്ഷനിൽ ഒരു പയ്യൻ നന്നായിട്ട് അറിയുന്നവരാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു, എന്ത് സംശയം വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഇവനോടാണ് ചോദിക്കുന്നത്, നേരിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് പോയി ചോദിക്കുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അതിലൊരു ഇൻഫോർമൽ ലീഡർ ഉണ്ടായിരിക്കും എംപ്ലോയീസിൻ്റെ ഇടയിൽ. ഇപ്പോൾ വലിയ ഫാക്ടറിയിലാണെങ്കിൽ ചിലപ്പം ചില എംപ്ലോയി ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്ക് പറ്റുമ്പോൾ സൂപ്പർവൈസർ നന്നാക്കി കൊടുക്കേണ്ടത്. അവരെ കീഴിൽ തന്നെയുള്ള ഒരു എംപ്ലോയീസിനെ അപ്പോൾ അതിലുള്ള സ്മാർട്ടായ ആളുകളുണ്ടാവും, അവർ ചെയ്തു കൊടുക്കും. അപ്പോൾ അവരുടെ ഇടയിലും ചില ലീഡേഴ്സ് ഉണ്ട് എന്നാണ് ഈ തിയറി. ഉണ്ടോ ഇല്ലയോ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. നോക്കുക, എൽട്ടൺ മായോ ഇസ് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് എ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിന് ആരായിട്ടാണ് പരിഗണിക്കുന്നത്? എൽട്ടൺ മായോയെ ഹ്യൂമൻ റിലേഷൻ സ്കൂളായിട്ടാണ് പരിഗണിക്കുന്നത്. ദ അതർ പ്രിഡോമിനൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദിസ് സ്കൂൾ ഇൻക്ലൂഡ്, ഈ ഒരു കാറ്റഗറിയിൽ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. റോത്ലിങ്സ് ബർജർ, ഡിക്സൺ, ഡോവി, ലെവിൻ എക്സെട്ര. ഇത്രയും ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇനി ഇവർ കണ്ടെത്തിയിട്ടുള്ള നമ്മൾ ഹാത്വോൺ പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിൽ നടത്തിയ റിസർച്ചിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹാത്വോൺ എക്സ്പെരിമെൻറ്റ്, ഹാത്വോൺ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. അതെന്തൊക്കെയാണ് ഇവർ നടത്തിയത് നമുക്ക് നോക്കാം. ഏത് വർഷമാണ് ഇത് നടത്തിയത് നോക്കാം. ഈ ഹാത്വോൺ എക്സ്പെരിമെൻറ്റ് ശരിക്കും നടന്നത് 1927 മുതൽ 1932 വരെയാണ്. ഒരു പ്രത്യേക സ്റ്റേജ് ആയിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ റിസർച്ച് നടത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇൻ 1927 എ ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് led by the Elton Mayo and Fritz Rothingsberger of the Harvard Business School
were invented to join the students at Hawthorne Works of വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി ചിക്കാഗോ. ഇപ്പോൾ ഇതിൽ രണ്ടാളുകളാണ് ഇതിൽ ഈ ഒരു റിസർച്ച് ലീഡ് ചെയ്തത് എൽട്ടൺ മായയും ഫ്രിറ്റ്സ്, ഇയാളെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, റോത്ലിസ് ബർജറാണ്. ഓക്കെ, ഓഫ് ഹാർവർഡ് ബിസിനസ് സ്കൂൾ. ഇവരാണ് ഇതിൻ്റെ ഒരു മുന്നോട്ട് അതിനെ ലീഡ് ചെയ്തത്. നോക്കുക, എക്സ്പെരിമെൻറ്റ് ലാസ്റ്റഡ് അപ്പ് 1932. 27 തുടങ്ങിയിട്ടുള്ള റിസർച്ച് അവസാനിക്കുന്നത് 1932 ഹാത്വോൺ എക്സ്പെരിമെൻറ്റ് ബ്രോട്ട് ഔട്ട് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എംപ്ലോയീസ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് ഓൺലി എ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദ വർക്ക്. ഇത് പ്രധാനമായിട്ട് പറയുന്നത് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഹാത്വോൺ എക്സ്പെരിമെൻറ്റ് ബ്രോട്ട് ഔട്ട് പുറത്തു കൊണ്ടുവന്നതാണ്. ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് ഓൺലി എ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദ വർക്ക്. ജനങ്ങളുടെ ഫിസിക്കൽ കപ്പാസിറ്റിൻ്റെ റിസൾട്ട് മാത്രമല്ല അവരുടെ പ്രൊഡക്ടിവിറ്റി. പിന്നെന്താ പറയുന്നത്, മണി, വേജസ് പേഡ് ടു ദം, അവർക്ക് കൊടുക്കുന്ന പൈസയുടെ ആ ഒരു വോളിയത്തിന് കൂടി ഡിപ്പെൻഡ് അനുസരിച്ചിട്ടാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി പുറത്ത് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണം കൂടുതൽ കൊടുക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടും, എത്രത്തോളം കുറയുന്നതാകുമ്പോൾ എംപ്ലോയീസ് അതനുസരിച്ചിട്ടേ ബിഹേവ് ചെയ്യുള്ളൂ അല്ലേ. ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നോക്കൂ ഇനി, ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ് ഡിപ്പെൻഡ്സ് ഹെവിലി അപ്പോൺ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ എംപ്ലോയീസ് ഇൻ ദെയർ വർക്ക് സിറ്റുവേഷൻ. അടുത്തൊരു കണ്ടീഷൻ പറയുന്നത്, എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി പ്യുവർലി ഡിപ്പെൻഡ്സ്, അവരുടെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ശമ്പളം വളരെ കുറവാണെങ്കിലും ആ സ്ഥാപനത്തിൽ നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ആരും പേടിക്കേണ്ട, ഒരു ടെൻഷനില്ല, ഒരു വെറീസ് ഇല്ല, ഒരു മാനേജർ ചൂടാകുന്നില്ല, മാനേജർ നമ്മളൊരു സുഹൃത്തിനെ പോലെ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ശമ്പളം കുറച്ച് കുറവാണെങ്കിൽ ചില ആളുകൾ അവിടെ അങ്ങനെ നിൽക്കും. ചില ആളുകൾക്ക് ചീത്ത കേട്ടാലും പ്രശ്നമില്ല, ശമ്പളം കിട്ടിയാൽ മതി. ഓക്കെ, നോക്കുക, ദ മായോസ് ഐഡിയ വാസ് എ ലോജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് far less important than the emotional factors in determining the productivity efficiency. മായ പറയുന്നു, നോക്കുക, മായോസ് ഐഡിയ വാസ് ദാറ്റ് the logical factors were far less important than emotional factors. ഇമോഷണൽ ഫാക്ടേഴ്സിനേക്കാളും ലോജിക്കൽ ഫാക്ടേഴ്സിനാണ് അദ്ദേഹത്തിന് എന്താണ് ഒരു എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഫർദർ, നമുക്ക് മായോസ് ഐഡിയ വാസ് ദാറ്റ് ലോജിക്കൽ ഫാക്ടേഴ്സ് were far less, ലോജിക്കൽ ഫാക്ടേഴ്സിനേക്കാളും ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഇമോഷണൽ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അവർ ഇമോഷണൽ ഫാക്ടേഴ്സിനാണ് കൊടുക്കുന്നത്. ഒരു എംപ്ലോയീസിന് ഇമോഷണൽ ഫാക്ടേഴ്സ് വളരാണ് അല്ലേ. നമ്മൾ വളരെ ഉഷാറാണെങ്കിൽ നമ്മൾ ഇമോഷൻ വളരെ നല്ല ഇമോഷൻ, അപ്പം നമ്മൾ എന്ത് ചെയ്യും. ഓക്കെ, ഫർദർ ഓഫ് ഓൾ ദി ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ എംപ്ലോയീസ് ബിഹേവിയർ, മോസ്റ്റ് പവർഫുൾ വർ ദോസ് എമാൻഡിങ് എന്ന ഒറിജിൻ വരുന്നത് ഫ്രം ദ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സോഷ്യൽ ഗ്രൂപ്പ്സ്. ദസ് മായോ കൺക്ലൂഡഡ് ദാറ്റ് വർക്ക് അറേഞ്ച്മെന്റ് ഇൻ അഡീഷൻ ടു ദ മീറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് റിക്വയർമെന്റ് ഓഫ് ദ പ്രൊഡക്ഷൻ must be at the same time satisfy the employee's subjective requirement of the social satisfaction at his workplace. അതായത് ഒരു എംപ്ലോയീസിൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റിക്ക് ലോജിക്കൽ ഫാക്ടേഴ്സ് പോലെ തന്നെ അല്ല, അതിനേക്കാളും കൂടുതലായിട്ട് ഇമോഷണൽ ഫാക്ടേഴ്സിന് റോൾ ഉണ്ട് എന്ന് പറയുന്നത്. ഇമോഷണൽ ഫാക്ടേഴ്സ് എന്താ, ഒരുപാട് ആളുകൾക്ക് പല രീതിയിലാണ് ഇമോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജോലി കിട്ടുമ്പോൾ സമൂഹത്തിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു വില, അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക റെസ്പെക്റ്റ്, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ആയാൽ മതി എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം. പക്ഷേ ചില ആളുകൾ സൊസൈറ്റിയിൽ അതിൻ്റെ സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ മാന്യമായി ജീവിക്കാൻ പറ്റുന്നു, അയാൾ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്തിനെ ഇഫക്റ്റ് ചെയ്യും ഒരു പ്രൊഡക്ടിവിറ്റി എഫക്റ്റ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ അത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊരു റിയൽ ലൈഫിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് ഇറങ്ങുമ്പോഴാണ് ഈ തിയറീൻ്റെ ഒക്കെ ഒരു ഇഫക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു ജോലി കിട്ടി നല്ല ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളിപ്പം ചില ആളുകൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പുറത്തിറങ്ങിയിട്ട് പെണ്ണിന് ഞാൻ ഈ ഒരു കമ്പനിയാണ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റാറ്റസ് കുറയും. ആ കമ്പനിയിലാണ്, പക്ഷെ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും സാലറി ഇയാൾക്കുണ്ടാവും. അപ്പോൾ അവിടെ സോഷ്യൽ സ്റ്റാറ്റസ് പോയി. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ ഒരു കല്യാണത്തിനൊക്കെ അന്വേഷിക്കാനൊക്കെ പോയിട്ട് വലിയ ഉഷാറൊന്നും ഞാൻ വീണ്ടും കമ്പനിക്ക് വരുമ്പോൾ ശമ്പളം ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്, ഒരു വില ഇല്ല. അപ്പോൾ ഇതെന്തായിരിക്കും, ഈ ഒരു ഇമോഷണൽ ഫാക്ടേഴ്സ് അയാളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് നമ്മളെ മായ എന്ത് ചെയ്യുന്നത്, ഇവർ റിസർച്ച് നടത്തിയിട്ട് കണ്ടെത്തുന്നത്. ഓക്കെ.
നോക്കുക. ഇനി പ്രധാനമായിട്ടും ഈ ഒരു റിസർച്ച് 4 സ്റ്റേജിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കടന്നു പോയിട്ടുള്ളത്. ആ 4 ഏരിയയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കണം. ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്, ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാം, അതുപോലെ തന്നെ ബാങ്ക് വയറിംഗ് ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടെസ്റ്റ് റൂം എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതായത് റൂമിലാക്കിയിട്ട് ഒന്ന് റിലേ അസംബ്ലി ടെസ്റ്റ്, അതുപോലെ തന്നെ ബാങ്ക് വയറിംഗ് ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്. മറ്റ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാമും ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റും. ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം. ഇല്ലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, വെളിച്ചമാണ്. നമ്മുടെ ലൈഫിലേക്ക് വെളിച്ചം വീശി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾക്ക് എന്തൊക്കെയോ വലിയൊരു പുരോഗതി ഉണ്ടായി അല്ലെങ്കിൽ നല്ല നേട്ടം ഉണ്ടായി എന്നുള്ള അർത്ഥമാണ്. ഇനി ഇതൊരു ഫാക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുക കേട്ടോ. ഇതിന് 2 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, 2 തലമുണ്ട്, 2 ലെവൽ ഓഫ് തിങ്കിങ് ഉണ്ട് ഈ തിയറി. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞത് ലെവലാണ്, നമുക്ക് പഠിക്കേണ്ട ഒരു ലെവലാണ്. ഞാൻ ആ മറ്റേ ലെവലിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. ദിസ് എക്സ്പെരിമെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇലൂമിനേഷൻ. അതായത് തൊഴിലാളികളുടെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ എന്താണ് ഇലൂമിനേഷൻ, ആ ഫാക്ടറിയുടെ വെളിച്ചവും അതിൻ്റെ ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു റിലേഷനാണ് പറയുന്നത്. വെളിച്ചം കുറയുമ്പോൾ ഔട്ട്പുട്ട് കുറയും, അതുപോലെ തന്നെ വെളിച്ചം കൂടുമ്പോൾ ഔട്ട്പുട്ട് കൂടുമെന്നാണ് ഈ തിയറി ഇവിടെ അവർ കണ്ടെത്തിയത്. അപ്പോൾ എന്താണ് ഈ വെളിച്ചം എന്നതാണ്. ഫാക്ടറിയിലെ വെന്റിലേഷൻ, നല്ല വെന്റിലേഷനും നല്ല അറ്റ്മോസ്ഫിയറും ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ആ വെന്റിലേഷനും മറ്റ് സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് കുറയും എന്നാണ് ഒന്നാമത്തെ അവരുടെ എക്സ്പെരിമെൻറ്റിൽ അവർ മനസ്സിലാക്കിയത്. ഓക്കെ, അതാണ് ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്. ദിസ് എക്സ്പെരിമെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇലൂമിനേഷൻ വെൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻക്രീസ്ഡ്. കണ്ട, ആ ഫാക്ടറിക്കുള്ള ലൈറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ദ ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസ്ഡ്. ദ ഔട്ട്പുട്ട് ഷോഡ് ദ അപ്വേർഡ് ട്രെൻഡ് even when the illumination was gradually brought down to the normal level. ഔട്ട്പുട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കുറച്ചപ്പോഴും ലൈറ്റ് കുറച്ചപ്പോഴും വലിയ പ്രശ്നമില്ല. therefore it was concluded that there is no consistent relationship between output of workers and illumination in the factory. There must be some other factors which affected the productivity. അപ്പോൾ ആദ്യമാണ് ഇലൂമിനേഷൻ തിയറിയിൽ അവർ കണ്ടെത്തിയത് വെളിച്ചം കൂട്ടുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്, എന്നാൽ വെളിച്ചം കമ്പാരിറ്റീവ്ലി കുറയ്ക്കുമ്പോഴൊന്നും ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത്, ഇവർ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കൂ. കൺക്ലൂഡ് ദാറ്റ് ദർ ഇസ് നോ കൺസിസ്റ്റന്റ് റിലേഷൻഷിപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തമ്മിൽ റിലേഷൻ ഇല്ല എന്ന് അവർ പൂർണ്ണമായിട്ട് പറയില്ല. വെളിച്ചവും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് അവർ പറയുന്നില്ല. പക്ഷെ എന്തില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു, ദർ ഇസ് നോ കൺസിസ്റ്റന്റ് റിലേഷൻഷിപ്പ്. ഇനി വെളിച്ചം കുറഞ്ഞാലും അത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. And elimination theory, there must be some other factors which affected the productivity. എന്നാൽ ഈ വെളിച്ചമല്ല, മറ്റു ചില ഫാക്ടേഴ്സും പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട്. നോക്കുക. Illumination experiment were undertaken to find out how varying the levels of illumination. ഇലുമിനേഷൻ തിയറി നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഫാക്ടറിയിലെ ലൈറ്റിനെ ആശ്രയിച്ച് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. നല്ല ലൈറ്റപ്പ് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, എന്നാൽ ക്രമേണ ലൈറ്റപ്പ് കുറയ്ക്കുമ്പോൾ, അതിനെ നോർമൽ ലെവലിലേക്ക് കുറയ്ക്കുമ്പോഴും പ്രൊഡക്ടിവിറ്റി കൺസിസ്റ്റൻ്റ് ആണ്, അതായത് താഴോട്ട് പോകുന്നില്ല. അപ്പോൾ അവർ കൺക്ലൂഡ് ചെയ്ത് എന്താണ്, ഒരു ലൈറ്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പാടെ പ്രൊഡക്ടിവിറ്റിയെ വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, അല്ലെങ്കിൽ അത് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് ഉണ്ട് താനും. അപ്പം അത് മാത്രമല്ല, ഈ ലൈറ്റ് പ്രോബ്ലം മാത്രമല്ല പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കുന്നത് ഈ തിയറിയിൽ കണ്ടെത്തി. ഫാക്ടറിയിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊഡക്ടിവിറ്റി കുറയുന്നത് എന്നായിരുന്നു ഒരു കണ്ടീഷൻ, ഇവരെ മുന്നിലൊരു ചോദ്യം. അപ്പോൾ ഫാക്ടറിയിൽ ലൈറ്റ് നല്ല രീതിയിൽ വെച്ചു കൊടുത്തു, അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടി വരുന്നുണ്ട്. പക്ഷേ ലൈറ്റിനെ കുറച്ച് കൊണ്ടുവന്നപ്പോഴൊന്നും പ്രൊഡക്ടിവിറ്റീൻ്റെ ഒരു മാക്സിമം ലെവൽ ഉണ്ടല്ലോ, ആ ലെവലിലേക്ക് ഇതാകുന്നൊന്നുമില്ല. അപ്പോൾ അവർ മനസ്സിലായി ലൈറ്റ് ഒരു ഇഷ്യൂ ആണ്, പക്ഷെ അത് വലിയൊരു ഇഷ്യൂ അല്ല, വേറെയും ചില കാര്യങ്ങൾ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കുന്നുണ്ട് കണ്ടെത്തി. അതാണ് ഇല്യൂമിനേഷൻ തിയറി, ഇല്യൂമിനേഷൻ എക്സ്പെരിമെൻറ്റിൽ അവർ കൺക്ലൂഡ് ചെയ്തത്. ക്ലിയർ അല്ലേ? നോക്കുക. ഇറ്റ് വാസ് concluded that the productivity can be increased if workers allowed to talk freely and about the matters that are important to them. അപ്പോൾ ലൈറ്റ് മാത്രമല്ല അവരുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്നത്. നമുക്ക് എംപ്ലോയീസിനോട് സംസാരിക്കാനും അവരൊരു ഫ്രീ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു മിംഗ്ലിങ്ങിനൊക്കെ കൊടുക്കണം, അതും അവർക്ക് എന്ത് ചെയ്യും, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. രണ്ടാമത് പറയുന്ന ഒരു ടെസ്റ്റ് റൂം എക്സ്പെരിമെൻ്റ് ആണ് അവർ നടത്തിയത്. 4 എക്സ്പെരിമെൻറ്റിലൂടെയാണ് പരിപാടി മുന്നോട്ട് പോയത് ഈ തിയറി.
നോക്കുക. റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ്. This phase aimed at knowing not only the impact of the illumination on the production. ഈ രണ്ടാം ഘട്ടം നടത്തിയത് എന്തിനു മാത്രമല്ല, ഈ വെളിച്ചത്തിന്റെ കാര്യം നോക്കാൻ മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കുക. In this experiment, a small homogeneous work group of 6 girls were constituted. ഈ ഒരു സെക്ഷനിൽ ഒരേ ക്യാരക്ടറുള്ള, ഒരേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തു. ആ വർക്ക് ഗ്രൂപ്പിൽ 6 പെൺകുട്ടികളായിരുന്നു, 6 സ്ത്രീകളായിരുന്നു. These girls are friendly to each other and were asked to work in every informal atmosphere under the supervision of a researcher. ഇതിൽ 6 പെൺകുട്ടികൾ ഒരുമിച്ച് എന്ത് ചെയ്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർ വർക്ക് ചെയ്തു. ഇൻഫോർമലായിട്ട് അവർക്ക് റിലേഷൻ ആയിരുന്നു, അവർ പരസ്പരം ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൗട്ട്ഫുള്ളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇതൊരു റിസർച്ചറുടെ ഒരു കീഴിലായിരുന്നു ഇവരിങ്ങനെ ജോലി ചെയ്തത്. ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് മൊറൈൽ ഇൻക്രീസ്ഡ് കൺസിഡറബിളി. അപ്പോൾ ഇവരുടെ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ എന്ത് ചെയ്തു, മൊറൈൽ, ആത്മവിശ്വാസം, അവരുടെ ആ ഒരു ജോലി ചെയ്യാനുള്ള അത് ഇൻക്രീസ് ചെയ്തു. മനസ്സിലായി? ഇപ്പം നമ്മൾക്കറിയാം, നിങ്ങൾ ക്ലാസ്സിൽ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു മാത്സിന് ടീച്ചർ ഭയങ്കര സ്ട്രോങ് ടീച്ചറാകുമ്പോൾ ടീച്ചർ ഒരു പ്രോബ്ലം പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ പേടിയോടെയാണ് ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ടീച്ചർ ചീത്ത പറയുള്ളൂ. നേരെ മറിച്ച് ആ ടീച്ചറെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പയ്യൻ നന്നോലെ പഠിച്ചാൽ, ഒരാൾക്ക് നല്ല പഠിച്ച് അയാൾ നമ്മളെ സ്റ്റുഡൻ്റ് തന്നെ, നമ്മുടെ സുഹൃത്ത് തന്നെ നമുക്കത് പറഞ്ഞു തരുമ്പോൾ ആ ടീച്ചർ പഠിപ്പിച്ചതിനേക്കാളും ഒരു മൈൻഡ് ഒരു ഫ്രീ ആയിട്ടായിരിക്കും നമ്മളത് പഠിക്കുക. നമുക്ക് പെട്ടെന്ന് കയറും ചെയ്യും. പല ആളുകൾ അത് രേഖപ്പെടുത്തിയതാണ് റിസർച്ചിൽ. ഒരു അധ്യാപകൻ പഠിപ്പിച്ച് തന്നത് നമ്മുടെ ഒരു സുഹൃത്ത്, ആ ക്ലാസ്സിൽ ഒരു സുഹൃത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ പഠിപ്പിച്ചതിനേക്കാളും സിമ്പിളായിട്ട് ചില സമയങ്ങളിൽ മനസ്സിലാകാറുണ്ടെന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഒരു സൈക്കോ പ്രോബ്ലമാണത്. അപ്പോൾ ഈ 6 പെൺകുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് നല്ല ഇൻഫോർമൽ റിലേഷൻ വെച്ചിട്ട് ജോലി ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻറ്റും ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. കാരണം എന്താ, ഒരു ജോലി ഒരാൾക്ക് അറിയില്ലെങ്കിൽ മറ്റാൾ അത് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അവനൊന്ന് പുറത്തൊക്കെ തട്ടിയിട്ട് ഉഷാറാകുന്നൊക്കെ പറയും. ഇതൊക്കെ ഈ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അന്നൊന്നും മാനേജർ എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരൻ്റെ മാതിരി അല്ലെങ്കിൽ ഒരു ക്രൂരനെ പോലത്തെ ഒരു മുഖമാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നത്തെ മാനേജരെയും ഒരു 100 കൊല്ലം മുമ്പുള്ള മാനേജറിൽ 1927 ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ഏകദേശം 90 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്നത്തെ മാനേജർ ഇന്നത്തെ മാനേജറെ നമുക്ക് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്നത്തെ മാനേജർ ഏകദേശം ഒരു 80% ഒരു സുഹൃത്തിനെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നോക്കുക, റിസർച്ച് കൺക്ലൂഡ് ചെയ്തെന്താണ്, ദാറ്റ് സോഷ്യോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് സച്ച് ആസ് എ ഫീലിംഗ് ഓഫ് ബീങ് ഇമ്പോർട്ടൻറ്റ്, റെക്കഗ്നേഷൻ, അറ്റൻഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇങ്ങനെ വളരെ ഇൻഫോർമലായിട്ട് ഇവരൊരു ഗ്രൂപ്പായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പരസ്പരം റെക്കഗ്നേഷൻ ഉണ്ടായിരിക്കും, അവർ ഓരോരുത്തരെയും കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തിരിച്ചറിയും, അറ്റൻഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, എല്ലാവരും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ആണ് റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ് പറഞ്ഞത്. ഇനി അതിൽ മൂന്നാമത്തെ ഒന്നാണ് മാസ് ഇന്റർവ്യൂയിങ് പ്രോഗ്രാം. ഇതിൽ ഏകദേശം 28 മുതൽ 30 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത്. ഏകദേശം ഇത് 21,000 എംപ്ലോയീസിനെ ഇന്റർവ്യൂ ചെയ്തു ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. നോക്കുക, ദി എംപ്ലോയീസ് വർ ഇന്റർവ്യൂഡ് ഓവർ എ പീരീഡ് ഓഫ് 3 years ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. അതായത് എംപ്ലോയീസിനോട് തന്നെ ഇവർ ചോദിക്കുകയാണ്, ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. അവർ എത്ര എംപ്ലോയീസിനെ ഇന്റർവ്യൂ ചെയ്ത് നോക്കി. ഈ ടീം 21,000 എംപ്ലോയീസിനെ ഇന്റർവ്യൂ ചെയ്തു. ഇറ്റ് വാസ് കൺക്ലൂഡഡ്, അവർ കൺക്ലൂഡ് ചെയ്തു ദാറ്റ് ദ പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ്, പ്രൊഡക്ടിവിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും ഇഫ് വർക്കേഴ്സ് ആർ അലൗഡ് ടു ടോക്ക് ഫ്രീലി അബൌട്ട് ദ മാറ്റേഴ്സ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ദം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീഡം കൊടുക്കണം കുറച്ച്. എന്നിട്ട് അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് ഓപ്പണായി സംസാരിച്ചിട്ട് അവർ ആ വിഷയം ഡിസ്കസ് ചെയ്യാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രൊഡക്ടിവിറ്റി കൂടും. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ക്ലാസ് റൂമിലൊരു മാത്സ് ഒരു 4ാം ക്ലാസ് പഠിക്കുകയാണ്, ഹരിക്കണത് ഡിവിഷനാണ് പഠിക്കുന്നത്, ടീച്ചർ പഠിപ്പിച്ചത് നമുക്ക് കൃത്യമായി മനസ്സിലായില്ല. പക്ഷെ അതിലുള്ള ആളുകൾ, ആ കുട്ടികൾ ഒരു 10 കുട്ടികളാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഓപ്പണായി സംസാരിച്ച് കഴിഞ്ഞ് അവരെല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ആ 10 ആളും പഠിക്കും. അപ്പോൾ അവിടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടും. നേരെ മറിച്ച് ടീച്ചർ പറഞ്ഞത് ഒരാൾക്ക് മാത്രം മനസ്സിലാവും, ആ ചെയ്ത് വെച്ച് ആ ബുക്ക് മടക്കി വെച്ച് ആരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചർ വന്നിട്ട് ടീച്ചർ മനസ്സിലായോ ചോദിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും പേടിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരവർ മനസ്സിലായി എന്ന് പറയും. അപ്പോൾ ടീച്ചർ നെക്സ്റ്റ് പോർഷനിലേക്ക് കടക്കും അല്ലേ.
അത് തന്നെയാണ് ഇവിടുത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. 21 ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ്, നിങ്ങൾ എംപ്ലോയീസിനെ ഫ്രീ ആക്കി വിടും, അവരോട് പരസ്പരം മാറ്റേഴ്സ് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും, എന്നാൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റി കൂടുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ സൈക്കോളജി തിയറീസ് ആണ്, കുറേ ടഫാണ് പഠിക്കാൻ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോഗ്രാം വാസ് ടു മേക്ക് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ എംപ്ലോയീസ്. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള പ്രധാന കാരണം എംപ്ലോയീസിനെയൊക്കെ എന്ത് ചെയ്യണം, നല്ലപോലെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റിസർച്ചേഴ്സ് ഇൻ്റർവ്യൂഡ് അറ്റ് എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് വിത്ത് റിഗാർഡ് ദെയർ ഒപ്പീനിയൻ ഓൺ വർക്ക്. പിന്നെ രണ്ടാമത് പോയിന്റ് പറയുന്നത് തൊഴിലിനെ കുറിച്ചിട്ടുള്ള എംപ്ലോയീസിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത് പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് സൂപ്പർവിഷൻ ഇനീഷ്യലി. അതിൽ വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ച് ഓരോ എംപ്ലോയീസ് ചോദിക്കുക, നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള അർത്ഥത്തിൽ. പിന്നെ റിസർച്ചേഴ്സ് ഒബ്സർവ്ഡ് ദാറ്റ് ദ റിപ്ലൈസ് ഓഫ് ദ വർക്ക്മെൻ വർ ഗാർഡഡ്. പിന്നെ എന്ത് ചെയ്തു, അവരെ ഈ വർക്ക്മാൻ്റെ അഭിപ്രായങ്ങളൊക്കെ അവർ ഗാർഡ് ചെയ്തു. അവിടെ അതങ്ങനെ പബ്ലിക്കായിട്ട് എക്സ്പ്രസ് ചെയ്തില്ല, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവരെ സ്വകാര്യമായിട്ട് സൂക്ഷിച്ചു. റിസർച്ചേഴ്സ് ഒബ്സർവ് ദാറ്റ് ദ റിപ്ലൈസ് ഓഫ് വർക്ക്മെൻ വർ ഗാർഡഡ്. പിന്നെ പറയുന്നത് ദ ഫൈൻഡിങ്സ് കൺഫേംഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് അറ്റ് വർക്ക് ഇൻ എ ടോട്ടൽ വർക്ക് എൻവിറോൺമെൻറ്റ്. ഒരു സൊസൈറ്റിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ ഒരു ഫ്രീഡം വർക്ക് പ്ലേസിലും കുറച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്നാലാണ് അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നുള്ളൂ. ചിലപ്പോൾ ഈ ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മൾ ആ സൊസൈറ്റിയിലുള്ള അതേ ഒരു കാര്യത്തിന് എവിടെയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വർക്ക് അടക്കുകയില്ല, പോലെ ഇങ്ങനെ വർത്തമാനം പറയാനായിരിക്കും ഉണ്ടാവും. വർത്തമാനം പറയാം, ജോബുമായി റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മിസ്യൂസിങ്ങിന് ചെറിയൊരു ഫാക്ടിങ് ഉണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇതൊരു വലിയൊരു ടെലിഫോൺ റൂമിൽ വെച്ചിട്ടാണ്, അതുപോലെ തന്നെ ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു വയറിംഗ് ഒബ്സർവേഷനാണ് നടത്തിയത്. അതിൻ്റെ അവരുടെ ടെലിഫോൺ കണക്ടിവിറ്റിയിലേക്ക് കുറച്ച് എംപ്ലോയീസിനെ എൻ്റർ ചെയ്തിട്ട് അവർ നന്നാക്കുമ്പോൾ അവർക്ക് എടുക്കുന്ന ടൈം, അവരെങ്ങനെയാണ് നന്നാക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് 32 നടത്തിയുള്ള ഒരു പഠനം പറയുന്നത്. നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് 14 male workers in a bank wiring room were placed under the supervision of 6 months. ഒരു 14 മെയിലായിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള അവരൊരു ബാങ്കിൻ്റെ വയറിംഗ് റൂമിലേക്ക് പ്ലേസ് ചെയ്തു. ഒരു 6 months അവരവിടെ വർക്ക് ചെയ്യുന്നത്. എ വർക്കേഴ്സ് പ്ലേ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ ഗ്രൂപ്പ് ഹാസ് ഹോൾ. ഈ വർക്കേഴ്സ് എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടാണ്, അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റിസർച്ചേഴ്സ് തോട്ട് ദാറ്റ് ദ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് വുഡ് പുട്ട് പ്രഷർ ഓൺ ദ ലെസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ടു കംപ്ലീറ്റ് വർക്ക്. അപ്പോൾ ഒരു എഫിഷ്യൻറ്റ് വർക്കർ എന്ത് ചെയ്യുന്നു, എഫിഷ്യൻ്റ് ഇല്ലാത്ത വർക്കറിന് മുന്നിൽ പ്രഷർ ഇട്ടിട്ട് അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് ആ വർക്ക് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഹൗവർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനൊരു ഔട്ട്പുട്ട് ഉണ്ട്, ഒരു ലെവലുണ്ട്. ആ ലെവൽ അവരെന്ത് ചെയ്തു, എക്സ്പ്രസ് ചെയ്തു. നമ്മളവിടെ കോളേജിൽ നടത്തിയിരുന്നൊരു പ്രോഗ്രാമില്ലേ, ഞാൻ ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ അവരുടെ എഫിഷ്യൻസി മനസ്സിലാക്കി. അതിൽ എഫിഷ്യൻ്റുള്ള ഇല്ലാത്ത ആളെ നമ്മൾ വേറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ല. അവരോട് ചോദ്യം ചോദിച്ചപ്പോൾ അയാൾക്ക് ഉത്തരം കിട്ടാതെ അപ്പോൾ മറ്റവൻ വന്നിട്ട് പറഞ്ഞ രീതിയിൽ അങ്ങനെ, അല്ലെങ്കിൽ അയാളെ അത് പറയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കൂ, ദ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് വുഡ് പുട്ട് പ്രഷർ ഓൺ ദ ലെസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ടു കംപ്ലീറ്റ്. ഹൗവർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ടോട്ടൽ എഫിഷ്യൻസി ആയിരിക്കും കാണിക്കുക, ഒരാളുടെ എഫിഷ്യൻസി ആയിരിക്കില്ല കാണിക്കുക എന്ന് പറഞ്ഞു. ആൻഡ് സോഷ്യൽ പ്രഷർ വാസ് യൂസ്ഡ് ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കിട്ടാനും ഒരു സോഷ്യൽ ഫാക്ടർ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു നാലാമത്. അപ്പം 4 സ്റ്റേജസിലൂടെയാണ് ഈ ഹാക്ക്വേൺ എക്സ്പെരിമെൻറ്റ് നടന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു സോഷ്യൽ ഫാക്ടർ, ഒന്നാമത് ഒരു സോഷ്യൽ ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യണം. എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കൊടുക്കണം, എംപ്ലോയീസിന് കുറച്ച് ഫ്രീഡം കൊടുക്കണം, റിജിഡ് ആകരുത്. എന്നാൽ മാത്രമേ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് വരുള്ളൂ. പിന്നെ ഒരു എംപ്ലോയീസിന് ഒരു എംപ്ലോയി അല്ലാതെ അവനെ ഒരു മനുഷ്യനാണ്, അവന് കുറേ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഈ ജോലിയിൽ വന്നു കഴിഞ്ഞാൽ ജോലിയുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും. അതുകൊണ്ട് അതിനെ മാക്സിമം ഒഴിവാക്കാൻ അവന് ഒരുപാട് കാര്യങ്ങൾ നൽകണം, അവൻ്റെ വിശേഷങ്ങൾ അറിയണം എന്നൊരു കാഴ്ചപ്പാട് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിയറി പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം, ആ പ്രൊഡക്ടിവിറ്റി ആകാൻ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് വരാൻ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് തടസ്സം നിൽക്കുന്നത്, ആ തടസ്സം നിൽക്കുന്ന ഫാക്ടറുകളെ കണ്ടെത്തുകയും അതിന് പരിഹാരം നടക്കുകയാണ് ഈ തിയറിയോടെ ഡെവലപ്പ് ചെയ്തത്.
അപ്പോൾ പ്രധാനമായിട്ടും ഒരു എംപ്ലോയീസിൻ്റെ പ്രശ്നത്തിന് കാരണം അതിൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ കുറവില്ലായ്മയാണ്. അതില്ലെങ്കിൽ അവിടെ സ്ഥാപനത്തിൽ വന്നൊരു മെഷീനായിട്ട് മാറുകയാണ്. ആ മെഷീൻ ആകാതെ അവൻ്റെ മനുഷ്യനാണെന്നുള്ള ഒരു ഇൻട്രാക്ഷൻ കൊടുക്കണം എന്നാണ് ഈ തിയറി അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഈ തിയറീൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്. The Elton Mayo and his associate conducted their studies in Hawthorne plant of Western Electrical Company, US between 1927 to 32 വരെയുണ്ട്. And according to them, the behavioral science method have many areas of the application they manage and the important features of the Hawthorne experiment. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ബേസിക്കലി എ സോഷ്യൽ സിസ്റ്റം, ഇറ്റ് ഈസ് ജസ്റ്റ് എ ടെക്നോ എക്കണോമിക് സിസ്റ്റം. ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റം തന്നെയാണ്. ഇല്ല, സൊസൈറ്റീൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നിട്ടാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ എന്തല്ല ഒരു ടെക്നോ എക്കണോമിക് സിസ്റ്റം അല്ല എന്നാണ് പറയുന്നത്. അല്ല, എംപ്ലോയർ ക്യാൻ മോട്ടിവേറ്റഡ് ബൈ ദ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വാണ്ട്സ് ബിക്കോസ് ഹിസ് ബിഹേവിയർ ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫീലിംഗ്സ്, ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ദസ് ദ എക്കണോമിക് ഇൻസെൻറ്റീവ്സ് ആർ നോട്ട് ഓൺലി ദ മെത്തേഡ് ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ. അതായത് ഒരു ജനത്തെ നമ്മളെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരിക്കലും എന്തല്ല കുറേ പൈസ കൊടുത്തിട്ട് അവനെ പൊന്തിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ ഫീലിംഗ്, ഒരു എംപ്ലോയി വരികയാണെങ്കിൽ ഒരു ദിവസം അവൻ വളരെ മൂഡ് ഓഫ് ആണെങ്കിൽ അവൻ്റെ മൂഡ് ഓഫിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുക, അവനോട് സന്തോഷിപ്പിക്കുക, അവനെ പല ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ ജസ്റ്റ് എന്നും ജോലി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അവനെ പ്രഷർ ചെയ്യാതെ, അല്ലെങ്കിൽ അവൻ ജോലി പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി കുറേ പൈസ കൊടുക്കാതെ അവൻ്റെ സാമൂഹ്യ ജീവി എന്ന രീതിയിൽ അവൻ്റെ ഇമോഷൻസിനും ഫീലിങ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് മാനേജ്മെൻറ്റ് മസ്റ്റ് ലേൺ ടു ഡെവലപ്പ് കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് നോട്ട് റിലേ മിയർലി ഓൺ ദ കമൻറ്റ്. ഇങ്ങനെ വലിയ പേടിപ്പിക്കുന്ന കമൻ്റ് ഇടാതെ വളരെ ഒരു കോപ്പറേറ്റീവ് ചിന്താഗതിയിലൂടെ വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഞാൻ നിൻ്റെ ബോസാണ്, ജിൻ്റെ സബോർഡിനേറ്റ് ആണ്, ഒരു അടിമയെ പോലെ തൊഴിലാളികളോട് പെരുമാറാതിരിക്കുക എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് പാർട്ടിസിപ്പേഷൻ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ പാർട്ടിസിപ്പേഷൻ ദ ഇഫക്റ്റീവ് ടു വേ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഈസ് എസെൻഷ്യൽ. പിന്നെ പറയുന്നത് നമ്മളൊക്കെ ഇതുവരെ പറഞ്ഞ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ല ടോപ്പിൽ നിന്ന് അടിയിലേക്ക് വരുന്ന ഓർഡറുകൾ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ പോരാ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് പറയുന്നത്. ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ഈസ് ലിങ്ക്ഡ് വിത്ത് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻ എനി ബിസിനസ് ഓർഗനൈസേഷൻ. ദെയർഫോർ ദ മാനേജ്മെൻറ്റ് മസ്റ്റ് ടേക്ക് ദ ഗ്രേറ്റർ ഇൻട്രസ്റ്റ് ഇൻ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ചെയ്യുന്നത് എന്തിനെയാണ്? എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് നമ്മുടെ ഓർഗനൈസേഷൻ എടുക്കണം എന്ന് പറയുന്നു. പിന്നെ ഗ്രൂപ്പ് സൈക്കോളജി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ. വി മസ്റ്റ് ദെയർഫോർ റിലേ മോർ ഇൻഫോർമൽ ഗ്രൂപ്പ് എഫോർട്ട്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് സൈക്കോളജി അല്ലേ, നമ്മളറിയാം ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് വളരെ സന്തോഷമാണ്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 ദിവസം ലീവാണെങ്കിൽ നമ്മളെ ആ സന്തോഷത്തിന് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പ് എഫിഷ്യൻസി, ആ സൈക്കോളജി വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ പറയുന്നത് നിയോ ക്ലാസിക്കൽ തിയറി എംഫസൈസ് ദ മാൻ ഈസ് ലിവിങ് മെഷീൻ ആൻഡ് ഹീസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇൻറ്റിമേറ്റ് മെഷീൻ. ഞാനിവിടെ പണ്ടേ പറഞ്ഞിരുന്നു അല്ലേ, ആ ലാൻഡ് ലേബർ ക്യാപിറ്റലിൽ നിന്ന് ലേബറിനെ മാറ്റണം, മനുഷ്യനൊരു മെഷീൻ അല്ല എന്നുള്ളത്. അതന്നെയാണ് ഈ തിയറിയും പറയുന്നത് അവസാനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒരു ലെങ്തി ആയിട്ടുള്ള സംഭവമാണ്. ഇതൊരു തിയറിന് ഇത്രയും സമയമെടുത്തു. എൻ്റെ വീഡിയോ ഏകദേശം 40 മിനിറ്റിൻ്റെ മേലെയായി. അപ്പോൾ ഈ തിയറി നിങ്ങൾ ശരിക്കും കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. പിന്നെ ചിലപ്പോൾ ഞാൻ കോവിഡ് ആയതുകൊണ്ട്, പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്ന കുറേ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പം മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാം ഞാൻ പറഞ്ഞു തരാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.